ഒന്നുമില്ല. നീ എവിടെ പോയിക്കായിരുന്നു രാവിലെ തന്നെ? ഞാൻ നമ്മുടെ ചീനുവിന്റെ വീട് വരെ പോയത്. അവന്റെ അച്ഛനൊട്ടും വയ്യെന്ന്. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് ഒരു വണ്ടി വിളിച്ച് വിട്ടത്. പാവമാവും കേട്ടാ. ഞാൻ രാവിലെ തൊട്ട് തപ്പുമായിരുന്നു. എവിടെ പോയി എനിക്കറിയത്തില്ലല്ലോ. ഞാനീ ബോറടിച്ച് ചത്തു. എന്നെ വിളിച്ചൂടായിരുന്ന? ഫോൺ വിളിച്ചൂടായിരുന്നു എനിക്ക്? ഞാൻ പിന്നെ നീ വരട്ടെന്ന് വെച്ചു. നീ റീലോക്കി വൃന്ദാവനം കണ്ടെത്തിയത് ഞാനാണ്. കൊള്ളാലേ? കൊള്ളാമല്ലോടി. കൊറേ പേരിപ്പോ ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഹിറ്റാടാ. അപ്പൊ കോമഡി ആണെങ്കിൽ ഐറ്റം കൊള്ളാം. നമുക്കൊരു കൈ നോക്കിയാലോ? റീൽസാ? കുറച്ച് റീൽസ് ചെയ്തും കിടല്ലേ? നല്ല ഐഡിയ ആയിരിക്കും. പിന്നെ പൊളിക്കത്തില്ലേ? ചെയ്യുന്ന ഈ കാര്യമായിട്ട് ചെയ്യണം. എന്ത് പറയുന്നത്? ഒരു മിനിറ്റ്, ലച്ചേച്ചി വിളിക്കട്ടെ. സംഭവം ചേച്ചി ഉണ്ടെങ്കിലേ കളർ ആവത്തുള്ളൂ. ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. മിസ് ലക്ഷ്മി ബാലചന്ദ്രൻ താമ്പി എവിടെയാണ്? കിച്ചണിലാണോ? ഓ, റൂമിലോ? എന്നാ എത്രടം വരെ ഒന്ന് വരാമോ? എവിടെന്നാ? വിശ്വവിഖ്യാതമായ മാവിൻ ചൂട്. പെട്ടെന്ന് ആഗമയായാലും. എന്ത് പറഞ്ഞു? ഇപ്പൊ വരാന്ന് പറഞ്ഞു മുട കാണിച്ച് തിരക്കാന്നല്ലോ പറഞ്ഞേ. നമ്മൾ വിളിച്ചാ വരാതിരിക്കുവോ? ഇപ്പൊ വരും. അമ്മായി ഉണ്ടല്ലോ. അവർ രണ്ടുപേരും എന്നെ ഒന്നായി കഴിഞ്ഞു. ഒരു പേർ. എന്താണ് മാധവ? എന്തോ? എന്താണ് മാധവ? ലക്ഷ്മി കുട്ടിയമ്മ അവിടെ നിന്നാലും പറയാം. എന്തോ പ്ലാനിങ് ആണെന്ന് മനസ്സിലായി. അതാ അമ്മായിനെയും കൂടെ കൂട്ടിയേ. അതാണ് ലച്ചു ചേച്ചി. കണ്ടാ, നാം മടത്തി കണ്ടപ്പോ ചേച്ചി മാനത്ത് കണ്ടു. ഡേ, കടന്ന് വളവള സംസാരിക്കാതെ കാര്യം പറ. രണ്ടുപേര് വൃന്ദാവനം കണ്ടെത്തിയത് ഞാനാണ്. കണ്ടിട്ടുണ്ടോ? കോഴയിട്ടുണ്ട് കേട്ടോ. കൊള്ളാലോ സാധനം. ഈ സാധനം ഇപ്പൊ 1 റീച്ചാണ്. നീ നല്ല തമാശയാണ്, കുറെ വ്യൂസ് കിട്ടും, നല്ല ഹിറ്റുമാണ്. ഞങ്ങളിങ്ങനെ പറയുകയായിരുന്നു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന്. അത് വേണോ ചേച്ചി? ഞാൻ റെഡി. ചുമ്മാ മടുപ്പിക്കല്ലേ? അങ്ങനാണെങ്കിൽ കൃഷ്ണനായിട്ട് നീ വേണ്ട. ഞാൻ അല്ല, നമ്മടെ കുട്ടുമാമൻ എങ്ങനെയുണ്ട്? അതറിക്കും. അല്ല, സുന്ദര കോമളനായ കാർമുകിൽ പറഞ്ഞു. അപ്പൊ പിന്നെ രാധ സ്വാഭാവികമായിട്ടും അമ്മായി തന്നെ. അത് വേണോടെ? അത് വേണം. ആ അതൊക്കെ വേണം. അമ്മായി എന്നെ ഫിക്സ്. അങ്ങനെയാണെങ്കിൽ ചെയ്യാം. ചെയ്യാ പോയാലേ? ചോദിക്കണ്ടേ? പക്ഷെ വെറുതെ നാടൻ കെടുവോ? എന്തൊരു നാണം കെടേ? അല്ല, നിന്റെ മോട്ടിവേഷൻ സ്പീച്ച് പോലെ നാണം കെടുവും. നാണം കെട്ടല്ലോ, നാണം കെടുത്തിയതല്ലേ. അമ്മായി വേണ്ടേ? അല്ല, മാമന്റെ അടുത്ത് പോയി ചോദിക്കണ്ടേ? ചോദിക്കണം, പക്ഷെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫുള്ള് നെഗാണല്ലോ. നമുക്ക് സെറ്റാക്കി എടുക്കാം. ബാ. ചിരിക്കേണ്ട. ശങ്കരനെ ഒരുപാട് അങ്ങോട്ട് കുറ്റം പറയാൻ നിൽക്കേണ്ട. കല്യാണത്തിന് വന്നപ്പോൾ ആ സ്കൂളിൻ്റെ പുറയിൽ ആണുങ്ങളെല്ലാവരും കൂടെ കൂടിയില്ലേ, അത് ഞാൻ അറിഞ്ഞായിരുന്നു കേട്ടാ. അവസാനം ശങ്കരനൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം കൊണ്ട് ശങ്കരൻ്റെ തലയെ കൊണ്ട് വെച്ച്. നീ ഇല്ലായിരുന്നു പടവലത്തെ മാമിനെ ബർത്ത്ഡേ ആയിരുന്നു. ശങ്കരന്റെ തലയെ കുത്തിക്ക് അങ്ങനെ വീണു. ഞാൻ ഓടി തള്ളിക്കളഞ്ഞു. ഞാൻ നിന്നില്ല. അപ്പൊ ഞാൻ വലിഞ്ചി. അതെനിക്കറിയല്ല. അതെനിക്കറിയാലോ മുങ്ങൊന്ന്. നീ എന്തിനാണ് ഇത്രയും ചിരിക്കണത്? ഇതിനിപ്പോ കുറെ സംഭവങ്ങൾ നടന്നു. വെറുതെ ചിരിച്ചോണ്ടിരിക്കണ. കുട്ടുമാമ, ഇന്ന് മുതല് കുട്ടുമാമൻ മിന്നും സ്റ്റാർ ആണ്. മിന്നും സ്റ്റാറാ? നമ്മളെ ഒരു റീൽസ് ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ട്. ശ്രീ ഇറങ്ങണം. ഇറങ്ങിയാൻ പറ്റും. ചേച്ചി സഹായിക്കണം. ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും എന്നെ വിളിക്കരുത്. വയസ്സാം കാലത്ത് മാനം കെടാൻ എനിക്ക് വയ്യ. അച്ഛാ, ഈ പരിപാടി കൊളാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് അച്ഛൻ വേണ്ട. അച്ഛൻ വേണ്ട, അല്ലെങ്കിൽ ഞാൻ വരണത്. അമ്മ എന്തൊക്കെ സംഭവിച്ചാലും അമ്മ വേണം കേട്ടാ. അതിന് എല്ലാത്തിനും തയ്യാറാണ്. ഞാനേ എന്തായാലും തൽക്കാലം ഇല്ല, എനിക്ക് അടുക്കള പണിയുണ്ട്. അമ്മായി രാധയായിട്ട് വേഷം കെട്ടാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അമ്മായി രാധയായിട്ട് രമണിയായിട്ട് ഗോമതിയായിട്ട് വത്സലയായിട്ട് ഏത് വേഷം അമ്മായി റെഡി കേട്ടാ. കുട്ടുമാമ ഒന്ന് റെഡി ആയിക്ക്, സമയമില്ല. അയ്യോ, സമയമില്ല. വളരെ അത്യാവശ്യപ്പെട്ട കാര്യമാണല്ലോ നടക്കാൻ പോണത്. ഈ പിള്ളേരെ വാക്കും കേട്ടോടെ ഇറങ്ങിത്തിരിക്കല്ലേട്ടാ. ഓവറാണ് പിള്ളേർ. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം ഇടപെടരുത്. ഒട്ടും ഓവറല്ലാത്ത ഒരാള് എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. താങ്കൾ ഈ പരിപാടിയിലില്ലല്ലോ, അപ്പൊ ചുപ്രഹോ? അയ്യോ, നിങ്ങൾ ആരും പിൻവാങ്ങല്ലേ. ചേച്ചി, ഞാൻ ഒരു കാര്യം പറയട്ടോ. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ചേച്ചി മുന്നിൽ നിന്ന് നമ്മളൊക്കെ ഇറങ്ങുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് വിജയിച്ചിട്ടേ ഉള്ളൂ. അതിപ്പോ അടിയുടെ കാര്യമായാലും ശരി. ചാച്ചി മുന്നിൽ നിന്ന് കൊടുത്താ മതി.
കൊച്ചു കള്ള കുട്ടുമാമ കുട്ടാനുണ്ടല്ലോ അതെ ഈ കൃഷ്ണന്റെ വേഷം ചെയ്താൽ പൊളിക്കും, അടിപൊളിയായിരിക്കും. നമ്മൾ നോക്കിയതേ, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന സാധനം. ഇതെന്തരുത്? ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ്, വൈറൽ കണ്ടന്റ് അല്ലേ. വൃന്ദാവനം കണ്ടുപിടിച്ചത് ഞാനാണ്. എടാ ശ്രീകുട്ടാ, നീ കൃഷ്ണന്റെ വേഷം കിട്ടും, നന്നായിരിക്കും. മാമ അടിപൊളിയായിരിക്കും. ട്രെൻഡിങ് കയറി നമ്മൾ ഹിറ്റാവും, വൈറലാവും. ഞാനില്ല. ശ്രീ ശ്രീ ചെയ്തേ പറ്റോളെ. മാമ എന്തിനു മാമ? ഒന്ന് സമ്മതിക്കും മാമ. എന്നെ റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കാനുള്ള പരിപാടിയാണ്. അങ്ങനൊന്നുമില്ല മാമ, ഇത് ചെയ്ത അടിപൊളിയായിരിക്കും, ട്രെൻഡിങ് ആവും. പൊന്നും പട്ടും വളയും തരാന്ന് പറഞ്ഞാലും ഞാൻ ഈ പരിപാടിക്കില്ല. അപ്പൊ ഈ പരിപാടി വിജയിക്കും, ഉറപ്പ്. ഇടാ നിറങ്ങടാ, ഞാൻ അടുക്കളയിട്ട് പോട്ടെ, കുറച്ചും കൂടെ പണിയുണ്ട്, അത് തീർക്കട്ടെ. അമ്മ അമ്മ വരണേ. വരും വരും, റെഡി. ഡേയ് ചെന്ന് വേഷം കെട്ടി ഇറങ്ങി, ഉള്ള മാനം കൂടെ പോണേ പോട്ട്. ഞാനില്ല. കുട്ടുമാമ ബാ റെഡിയാവാ. കേശു പിടിയടാ. വാ കുട്ടുമാമ. ചുമ്മാ അരിവാണ്. മാമനെ റൂമിലോട്ട് കയറ്റിക്കാ. ഒരാളെ ബലമായിട്ട് പിടിച്ച് വേഷം കെട്ടിക്കാൻ പാടില്ല. എല്ലാ അളിയാ അത് തന്നെ. അത് തന്നെ. വാ വാ വന്നേ പറ്റൂല. ഇനി ഇവിടെ പൊക്കണം. പറഞ്ഞില്ലേ പിള്ളേര് ഓവറാണ്. മാമ അങ്ങോട്ട്. അളിയാ 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 നീ തീർന്നടാ, നീ തീർന്നു. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. ആ കൊണ്ടുപോ, എടുത്തോണ്ട് പോ. തീർന്നു നിന്റെ കാര്യം. കേശുവേ ഇവിടെ കൊള്ളാല്ലേ. അതെ, പാറമടയിൽ ചാടി കറട്ട് കുട്ടുമാമേ. നരസിംഹം കളിക്കണടി ഇവിടെ. ഭയങ്കര കഷ്ടം തന്നെ കേട്ടോ നിനക്ക്. ഞാൻ പറഞ്ഞാണ് നിന്നോട് അവിടെ മാവിൻ ചോട്ടി വെച്ചോല്ലാം തീർത്താ മതിയെന്ന്. അനങ്ങ മയ്യ മടിയാണ്. നല്ല ലൊക്കേഷനൊക്കെ വേണം. ഈ കൃഷ്ണൻ രാധ വൃന്ദാവനം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ട്. അതൊക്കെ നമ്മുടെ ഫ്രെയിമിൽ കിട്ടണം. ഇവിടെ ആണെങ്കിലോ ആ സൺലൈറ്റ് ഒക്കെ അടിച്ച് നിറയെ ഇങ്ങനെ ഇങ്ങനെ ചെടികളൊക്കെ നിൽക്കണു. സൂപ്പർ അടിക്കും. കുറ്റിക്കാട്ടിന്ന് കൃഷ്ണൻ ചാടി വരുന്നു. നല്ല കോമഡി. നമ്മൾ നമുക്ക് മറ്റേ അവിടെ പിടിച്ചാലോ? മറ്റേ ഈ പുറകില് പശുവൊക്കെ വന്നിരുന്ന സ്ഥലം. വെള്ളക്കെട്ട് ആ വെള്ളക്കെട്ട് പ്രകൃതി ഭംഗി ഫുള്ളുള്ളൊരു സ്ഥലമാണ്, ജലാശയം. അത് കൊള്ളാം. അതായത് വൃന്ദാവനം, പശുക്കൾ, വെള്ളം എല്ലാം കൊണ്ടും അച്ചാണല്ലേ. പശുവിന്റെ കൂടെ കുറച്ച് പോത്തും കാണും. വിഷയമുണ്ടോ? കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നാടാ എന്നാ പിന്നെ അങ്ങോട്ട്. അത് കൊള്ളാം. എന്നോട് ഞാൻ ആദ്യം അത് തന്നെയല്ലേ പറഞ്ഞപ്പോ നീ വേണ്ടെന്ന് പറഞ്ഞത്? അത് നീ തെളിച്ചൊന്നും പറഞ്ഞില്ല. ഇനിയിപ്പോ നോക്കാം. ബാ കൊള്ളാല്ലേ. കൊള്ളാം. ഇവരെന്ത് വരാത്തത്? പശുവോ? പശു അല്ല, കൃഷ്ണന്റെ ആദ്യം. അത് എനിക്കിങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുവായിരിക്കൂടി ചേട്ടാ. ആ അതാണ്ട് അച്ഛൻ വരുന്നുണ്ടേ. അച്ഛൻ വരുന്നുണ്ട്. ഫ്രെയിമിന്റെ കാര്യം പറ. നമ്മളിങ്ങോട്ട് വന്നെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. കേശുവേ ഇതാണ് ഫ്രെയിം. അതായത് ഈ വെള്ളം കിട്ടണം, ആ പശുക്കൾ അത്രയും കിട്ടണം, പിന്നെ വെള്ളത്തിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന മരം, അതിനൊരു എഡ്ജ് കിട്ടണം. ഇങ്ങനെ നടുക്ക് ഇവിടെ കൃഷ്ണനും രാധയും വരും. ആ ഒരു ബ്യൂട്ടിയാണ് നമുക്ക് പകർത്തിയെടുക്കേണ്ടത്. രാധ കുളത്തിൽ നിൽക്കും കേട്ടോ. കുളത്തിൽ നിൽക്കണ്ട, കരയിൽ നിന്നാ മതി രാധ. ഒന്നും മിണ്ടുന്നില്ലല്ലോ. മൈൻഡ് ആക്കണ്ട, നമ്മള് നേരത്തെ അത്ര മൈൻഡ് ആക്കിയില്ലല്ലോ. അതിന്റെ മുടയാണ്. ആ കട്ടക്ക് നിൽക്ക്. ബാ. അപ്പൊ ഇതിങ്ങനെ വിഷയല്ലേ? അതങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. കൃഷ്ണരാധ എവിടെ കാണാനില്ലേ? അതുകൊണ്ട് അമ്മ ലച്ചേച്ചി പറഞ്ഞു. അമ്മ ലച്ചേച്ചി. ഓ അടുക്കളയിൽ നിന്ന് എന്നെ ഇവള് പിടിച്ച് വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഈ പാറമട ഇവിടെ ഉള്ളതാണ് എല്ലാത്തിനും പ്രശ്നം. എന്തുണ്ടെങ്കിലും എല്ലാം കൂടെ ഇങ്ങോട്ട് പോരും. ഇവിടെ ആണെങ്കിൽ നിറച്ച് വെള്ളവും. അമ്മയും മക്കളും കൂടെ ഇറങ്ങി വെള്ളം കുടിച്ച് പറ്റില്ലേ? പറ്റിക്ക് സ്ഥലം ഉണ്ടല്ലോ അതിനകത്ത്. പറ്റിക്ക് ഞാൻ ഇവിടെ ഞാൻ കുറച്ച് മറ്റേ ഇതുണ്ടല്ലോ, കീഴാനെല്ലി ഉണ്ടല്ലോ, അത് എനിക്ക് വേണം. അതുകൊണ്ട് ഞാൻ പറിക്കാൻ വേണ്ടി വന്നപ്പോൾ ഈ തല ഇവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് തളം വെക്കാനാ? കീഴാനെല്ലി തളത്തിനല്ലേ കുട്ടമ്പഴ നമ്മളെ വയ്ക്കണത്. ഇഷ്ടം. നിങ്ങൾ അവരെ വിളിച്ചില്ലേ ഫോണില്? ആ സമയത്ത് ഇങ്ങോട്ട് കയറി വന്നത്. പിന്നെ ഇങ്ങോട്ട് കയറി വന്ന് നിന്റെ അനിയനും നാത്തൂനും കൃഷ്ണൻ രാധ കെട്ടണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവര് റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇപ്പഴെങ്ങനെ എത്തുമെന്തോ. കൃഷ്ണൻ രാധ നേരിട്ട് കണ്ടിട്ടുണ്ട് രണ്ടുപേരും. അതുകൊണ്ട് അതുപോലെ അങ്ങ് ഒരുങ്ങും. ആ അന്നല്ല ഞങ്ങള് കൃഷ്ണന്റെ ആദ്യം. രാഗത്തിന് അടിക്കാൻ പറഞ്ഞ ഇത് തെറ്റില്ലല്ലേ അച്ഛാ? കാണാൻ ചവിട്ടി പോണാ പോണാ. പക്ഷെ കൊള്ളാം. ചുമ്മാ ഇരിച്ചാ. തെറ്റില്ലല്ലേ? ചേച്ചി കൊള്ളാം ചേച്ചി. നന്നായിട്ടുണ്ട്. രണ്ടുപേരും നല്ല രസമുണ്ട്. കൊള്ളാം 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 കൊളം കൊളം കൊള്ളാന്ന്. നോക്കി ചേച്ചി ഒരുപാട് വൃത്തിയായിട്ട് ചിരി. എന്തോ വാലു പിള്ളേർ നല്ല രസമായിട്ട് ഒരുങ്ങി. പോകാൻ പറയാ ചേച്ചി, പോകാൻ പറ. പോവാലു. എന്റെ കൃഷ്ണ എനിക്കിതൊക്കെ കാണേണ്ട ഗതി വന്നല്ലോ. ഗതികെട്ട കാഴ്ചയാണെങ്കിൽ നിങ്ങൾ കാണണ്ട. പോവൂല. യോമാർ എന്തിനാണ് എനിക്കൊന്നും അറിയണം. നമുക്ക് എടുത്താലോ? ഡയലോഗ് ഒക്കെ അല്ലേ? എല്ലാം സെറ്റാണല്ലോ.
അപ്പോൾ ഇതായിരിക്കും ഫ്രെയിം. രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്ന് വന്ന് എൻട്രി ആവുക. ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് പശു കാര്യങ്ങളെല്ലാം കാണും. കറക്റ്റ് ഡയലോഗ് പറയുക, ഡിസ്പോസ് ആയി പോവുക. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പരിപാടി പോലെ. ഓക്കെ ഡേ നമ്മൾ നിൽക്കണ ഫ്രെയിം കൂടുതൽ ഡയറക്ഷൻ ചെയ്തത് പാറമാടയിൽ എടുത്തറിയും. രാധയുടെ മധുരമായ സംഭാഷണം. ഞാനിപ്പോൾ നിൽക്കുന്നത് ദ്വാരകയിലാണോ അതോ വൃന്ദാവനത്തിലാണോ? ബാലു മിണ്ടാണ്ടിരിക്കും ബാലു. തുടങ്ങാ മാമ. കുട്ടമ്മ റെഡി? റെഡി. റെഡി. റോളിംഗ് 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 ആക്ഷൻ. ആക്ഷൻ. റെഡി. ആരാണ് പറയണേ? ആക്ഷൻ. ചേച്ചി പാറമ്മയുടെ വീട്ടിലേക്ക് കയറ്റില്ലെന്ന് അറിഞ്ഞിട്ടും നിന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചത് ഞാനാണ് രാത്രി. ആടെ ചോദിച്ചിട്ട് പരിപാടി വെച്ചാ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കണേ. അളിയ ചുമ്മാ അളിയ ചെയ്തോണ്ടിരിക്കുകയല്ലേ അളിയാ. ഓ ചെയ്ത് തകർക്കുക തന്നെ അങ്ങ് ചെയ്ത്. അയ്യോ ഞാൻ ഇല്ലടേ, ഞാൻ പോണ്. അയ്യോ കാണാൻ വേണ്ടി കുറേ എണ്ണം അവിടെ. റെഡി. റോളിംഗ് ആക്ഷൻ. ചേച്ചി പാറമ്മയുടെ വീട്ടിലേക്ക് കയറ്റില്ലെന്ന് അറിഞ്ഞിട്ടും നിന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചത് ഞാനാണ്. ഐ പാറമട വീട് കൃഷ്ണൻ അറിയില്ലല്ലോ അതിന്. ചേച്ചി ഇത് റിയല്, മറ്റത് റിയല്. ഞാൻ ബേസ് മുതൽ ഒന്നുകൂടെ പറഞ്ഞു. ഒന്നുകൂടെ. ആ റെഡി. റെഡി മാമ. ഒറ്റ സെക്കൻഡ് മാമ. റെഡി മാമ. പോവാ. എന്നെ കിട്ടണ കിട്ടുന്നുണ്ട്, നിക്കങ്ങോട്ട്. റെഡി. റോളിംഗ് ആക്ഷൻ പ്ലീസ്. ചേച്ചി പാറമ്മയുടെ വീട്ടിലേക്ക് കയറ്റില്ലെന്ന് അറിഞ്ഞിട്ടും നിന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചത് ഞാനാണ്. ഇങ്ങോട്ട് വരാനുള്ള ചിലവിനുള്ള ധനം നൽകിയത് ഞാനാണ്. നിന്നെ ഗൾഫിൽ തീറ്റിപ്പൂറ്റിയത് ഞാനാണ് രാധേ. നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് കൃഷ്ണ. ഇതാണ് തഴുതാമ. ഇതാണ് തഴുതാമ. ഇതാണ് ഇന്ന് പോയാ ബാലു അവരടുത്തന്നെ തീരാണ്ടില്ല അവിടെ. കഴിഞ്ഞില്ല ചേട്ടാ. എന്താ വെച്ചാ കളിക്കുന്നത്? ഇത് ഞാൻ അറിഞ്ഞില്ല. എടാ ഒരു ടേക്കിലങ്ങ് ഓക്കെ ആയി വന്നായിരുന്നു. നടുക്കൂടെ ഉണ്ടായിരുന്നു കറക്റ്റ്. ഒരിക്കലും ശരിയാൻ പോണില്ല, ഒരിക്കലും ശരിയാൻ പോണില്ല. അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ബാക്കിൽ എന്തിനാ ഈ മറ്റേ കാടൊക്കെ വെച്ച് ടുട്ടു കാണിച്ചത്? അതൊരു എഫക്റ്റ്. ചേച്ചി റെഡി. നമുക്ക് ടുടുടു തൊട്ട് മതിയോ? എന്നാ ടുട്ടു എടുക്ക്. ഒരു സൈഡിൽ നിന്ന് വയറ് മാത്രം. ബാലുവിന്റെ വയറ് കാണാ ബാലു. ഫ്രെയിം കേട്ടാ. അത് ശരിയല്ല കേട്ടോ, ഭയങ്കര പ്രശ്നമാണ് ഇത്. ഞാൻ പോണു കേട്ടോ. പോയി പോയി ഒന്നുകൂടെ തുറക്കം തൊട്ട്. റെഡി? ആൾക്കാരൊക്കെ ബാക്കി അപ്പൊ ടുട്ടു ആനുണ്ടാവുന്നു. അതോ അല്ല അല്ല അല്ലല്ല ഫുള്ള് ചോദ്യമാണോ? അച്ഛാ റെഡി. റോളിംഗ് ഫ്രെയിം ആണ്. ഓ ബാലു ഇവിടെ നിക്ക് ബാലു. എവിടേക്കാലിരിക്കും? ഇപ്പൊ കാണാൻ അല്ല ബാക്കി കൂടി കാണാന്നേ. ഇല്ലല്ല ഇപ്പൊ കാണുന്നില്ല. ഇപ്പൊ ഇല്ല. അനങ്ങല്ലേ. ഇങ്ങനെയല്ലേ ഇപ്പൊ കാണുന്നത്. റെഡി. റോളിംഗ് ആക്ഷൻ. ചേച്ചി പാറമ്മയുടെ വീട്ടിലേക്ക് കയറ്റില്ലെന്ന് അറിഞ്ഞിട്ടും നിന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചത് ഞാനാണ്. ഇങ്ങോട്ട് വരാനുള്ള ചിലവിനുള്ള ധനം നൽകിയത് ഞാനാണ് ചേട്ടാ. ബാലു ഇവിടെ വന്നേ. ഇവിടെ നീയൊക്കെ ചെയ്യാൻ പോണ്. എന്റെ അനുഗ്രഹം വാങ്ങിച്ചാ. അയ്യോ എന്നാ മിണ്ടായിരിക്കോ? ആ മിണ്ടായിരിക്കോ? നീ മുണ്ട് പിടിച്ച് പോയിക്കളെ. ഇവിടേക്ക് നീ അനങ്ങനെ കേട്ടാ. കൈവിട്ട് അല്ലല്ല അങ്ങനല്ല, അത് അനുഗ്രഹം വാങ്ങിച്ചില്ല. പോട്ടെ. ഇങ്ങോട്ട് വച്ചിരി ഇങ്ങോട്ട്. റെഡി. റെഡി. റോളിംഗ് ആക്ഷൻ. ചേച്ചി പാറമ്മയുടെ വീട്ടിലേക്ക് കയറ്റില്ലെന്ന് അറിഞ്ഞിട്ടും നിന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചത് ഞാനാണ്. ഇങ്ങോട്ട് വരാനുള്ള ചിലവിനുള്ള ധനം നൽകിയത് ഞാനാണ്. നിന്നെ ഗൾഫിൽ തീറ്റിപ്പോറ്റിയത് ഞാനാണ്. നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് കൃഷ്ണ. എന്തോന്നത് മണ്ടേ കൊണ്ടിട്ട് എന്താണ് വേണ്ടിട്ട് ആയില്ലേ? കറക്റ്റ് ആയില്ലേ ഇത്? റീൽസിൽ പോകുമ്പോ ഇത് സൗണ്ട് എഫക്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഹെവി സാധനമായിരിക്കും. എടാ ഇത് കുറച്ച് എഡിറ്റ് ഒക്കെ ചെയ്ത് കളർ ചെയ്തിട്ടേ അങ്ങ് തട്ടി കൊടുക്ക്. സോഷ്യൽ മീഡിയ കത്തട്ട്. അത്ര തന്നെ. എടാ ഇത് മറ്റേ ഹേ പ്രഭു മഹാപ്രഭു ക്യാ ഹുവാ ബർവാ ഹേ. അത് ഓഫ് ട്രെൻഡ്. ട്രെൻഡൊക്കെ കഴിഞ്ഞതൊക്കെ ഇപ്പൊ ഇതാണ് ട്രെൻഡ്. അതുകൊണ്ട് സാധനമല്ലേ ഇത്? അല്ല ഇത് വേറെ. ഏത് പോലെ പോണം? പോണോ ഇനി? ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് ഒന്നുകൂടെ വേണോ? ഒന്നുകൂടെ. എന്നാ ലാസ്റ്റ് ആ പോർഷൻ മാത്രമേ എടുക്കാം. സിങ്ക് ചെയ്തേക്കാം. ഇങ്ങനെ ഇരിക്കാമേ. ലച്ചു ഇച്ചിരി മാറ്റി പിടിക്കില്ല. ലച്ചു മോന്തേക്കണ കൊണ്ടു നോക്കണം. റെഡി. റോളിംഗ് തീറ്റിപ്പോറ്റിയത് ഞാനാണ്. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി. റെഡി. ഞാൻ നിന്നോട് ആക്ഷൻ ആക്ഷൻ ആക്ഷൻ. അല്ല അത് കേട്ടല്ലേ ഇവര് ചെന്നത്. ചേച്ചി പറഞ്ഞ റെഡി റെഡി റെഡി. കറക്റ്റ് ഇത് കഴിഞ്ഞിട്ടാണ് അവര് കഴിഞ്ഞാണ് ചെന്നത്. വന്നത്. അപ്പൊ ഈ രാധയുടെ ഡയലോഗ് കഴിഞ്ഞിട്ടാണ് അവര് ആ വന്നത്. അതാണ്. എനിക്ക് വാ. ആ. റെഡി? അപ്പൊ ഞാൻ അതുപോലെ പറയണോ? അത് പറ. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു കൃഷ്ണ. ഓക്കെ ഓക്കെ.
കൊതുക് കടിക്കണം. റോളിംഗ് ആക്ഷൻ. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് കൃഷ്ണ. സ്നേഹിച്ചിട്ടുണ്ട്, ഇപ്പൊ സ്നേഹിച്ചിട്ടുണ്ട് കൃഷ്ണ. കിട്ടിയാ? ആ കിട്ടി. ഇതൊക്കെ മതി. സ്നേഹിച്ചിട്ടുണ്ട് കൃഷ്ണ, ഇപ്പൊ സ്നേഹിക്കില്ല. ഇപ്പൊ അത് കൃഷ്ണൻ ചേട്ടാ. ആരാ സ്ക്രിപ്റ്റ്? കൃഷ്ണൻ ചേട്ടനാ സ്ക്രിപ്റ്റാ. ബാക്കപ്പ്. തേങ്ങാക്കൊല. നമ്മുടെ വീഡിയോ കത്തിക്കേന്ന് വൺ റീച്ച്. കൊണ്ടം കേറിയല്ലേ? എന്താണ് പ്ലാൻ അടുത്ത്? ഇനിയിപ്പോ എന്താണ്, ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം. അങ്ങനെ ഇട്ടിട്ട് നമുക്കൊരു ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്യണം. എന്താണ് സംഭവം? റീച്ച് വീഡിയോ ഇങ്ങോട്ട് കത്തി കേറണം. എന്തോരം വ്യൂസ് ആയത് ഇല്ലേ? ഇതിപ്പോ എത്ര വ്യൂസ് ആയിട്ടുണ്ട്? ഇതിപ്പോ 2-3 മില്യൺ ആയി. ആണ് 3 മില്യണാ? മാമ അടുത്ത റീലില്ലേ ഞങ്ങളിങ്ങനെ എല്ലാം പിടിച്ചോണ്ട് ബാക്ക് നിർത്താന്ന് വിചാരിക്കണ്ട. ഞങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അടുത്ത പ്രാവശ്യം ക്രിയേറ്റ് സംഭവം ഇത് ഇത്രയും കേറാൻ കാരണമേ എന്റെ ക്യാമറ വർക്ക്, അതിന്റെ ഒരു മൂവ്മെന്റ് കാര്യങ്ങളൊക്കെയാണ്. എന്തൊരു പിന്നെ ലൊക്കേഷനോ പശു, പുഴ, മരം, സൺലൈറ്റ് ഇങ്ങനെ പെർഫെക്റ്റ് ബ്ലെൻഡ് ആയിരുന്നു. നമുക്ക് ദിവസം 3 കണ്ടന്റ് ഇടണം. രാവിലെ 1, ഉച്ചയ്ക്ക് 1, വൈകുന്നേരം 1. എന്തൊരു ഗുളി അല്ല, ഭക്ഷണത്തിന് ശേഷം മുമ്പായത് ഓരോ കണ്ടന്റ് വിഴുങ്ങാൻ. എടാ ഒരെണ്ണം അബദ്ധത്തിൽ കയറി ഇനി മണ്ടത്തിലൊക്കെ നിൽക്കരുത്. കണ്ടന്റ് വൈസ് മാത്രമല്ല, ഞങ്ങൾ എല്ലാരും നല്ല വൃത്തിയാ പണി എടുത്തിട്ടുണ്ട്. ഇല്ലേ? ഇല്ലേ? പെർഫോമൻസ്. കമന്റ്സ് ഒക്കെ വായിച്ചാ? കമന്റ് ഒക്കെ എന്തിനാ നോക്കട്ടെ, സംഭവം ഹിറ്റാണോ? മക്കളെ കമന്റ്സ് ഒക്കെ നോക്കണം. എന്തെങ്കിലും പൊട്ടത്തറ കാണിച്ചു വെച്ചിട്ട് അങ്ങ് ഞെളിഞ്ഞ് നടന്നാൽ പോരാ. ഇതൊക്കെ വായിച്ചു നോക്കുമ്പോഴേ അറിയാളൂ നമ്മൾ എന്താണ് ചെയ്തതെന്ന് നമുക്ക് തിരിച്ചറിവ് വരുള്ളൂ. അച്ഛാ വന്ന കമന്റ്സ് ഒക്കെ നോക്കി, എല്ലാം പോസിറ്റീവ് ആണ്. എല്ലാം നോക്കിയാ? ആദ്യം വന്ന കമന്റ്സ് ന്യൂസ് നോക്ക്, അതിൽ നോക്ക്. ഞാൻ ഫോൺ എടുത്തിട്ട് എടുത്തിട്ട് വാ, നോക്ക്, എല്ലാവരും നോക്ക്. ബാലുവിന് എന്ത് എത്ര എടുക്കാം അവര് കമന്റ്സ് നോക്കാൻ? കമന്റ്സ് നോക്കിയോ ഒന്ന് അറിയാൻ വേണ്ടിട്ടാണ്. സൂപ്പർ സൂപ്പർ. പൊളി പൊളി താഴെ പൊളി. എന്താ പൊളിയാ? ശശി ആടാ വൈ എന്താണ് പച്ചത്തവള കമന്റ് നോക്കുമ്പോ പച്ചത്തവള? പച്ചത്തവള എന്ന് പറഞ്ഞ പച്ച ചാനല് ഏതോ ഒരു ഏതോ പേജാണ്. ഫേക്ക് പേജ്. എന്തൊരു എഴുതിക്കുന്നേ? എന്തൊരു എഴുതിക്കുന്നത്? നിനക്കൊന്നും വേറെ പണിയില്ലടാ ഓരോ കോപ്രായം കാണിക്കാനൊന്നും. റിപ്പീറ്റഡ് കമന്റ്സ് ഉണ്ടോ അവന്റെ? ഉണ്ടോ? ആ നോക്കാം. എന്തിനാ മറ്റെന്തിനാണ് അഭിനയം എന്ന് പറഞ്ഞാ? അല്ല അവിടെ അഭിനയം അലറി വിളിക്കലല്ല, സ്വാഭാവിക അഭിനയമാണ് കാഴ്ചവെക്കണം ഒന്നുണ്ട്. ഞാൻ വായിച്ചു. വാലില്ല പല്ലി ഇട്ടേക്കണ. വാലില്ല പല്ലി. ചേട്ടന് ഇത്ര ഓർമ്മ എങ്ങനെ ഇതൊക്കെ? അല്ല ഞാൻ നോക്കി, ജസ്റ്റ് ഒന്ന് നോക്കി, അതാണ് ഞാൻ. ആശയദാരിദ്ര്യം നിഴലിക്കുന്നു, പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോടേ. വണ്ടില്ല കൊമ്പ്. വണ്ടില്ല കൊമ്പ, കൊമ്പില്ല വണ്ട്. വായിക്കുന്നത് അല്ലേ? അത് തന്നെയാണ്. കൊമ്പില്ല വണ്ട് തെറ്റിച്ച് വായിക്കരുത്. ഞാണ്ട മുറ്റത്തെ വൈകുന്നേരം ഒരു കമന്റ്, കൃഷ്ണനും രാധയും കൊള്ളൂരെ മാറ്റണം, വേറെ വേണോന്ന്. അയ്യോ വലിയ കാര്യത്തേക്ക് ചെയ്ത് വെച്ചു കൊടുത്ത്. ഞാൻ പറഞ്ഞില്ല അഹങ്കരിക്കരുത് പറഞ്ഞില്ലേ. ഞാൻ കൃഷ്ണായ മതിയായിരുന്നു, ഇത്ര നെഗറ്റീവ് കമന്റ് വരൂലായിരുന്നു. അച്ഛൻ കൃഷ്ണനായത് കൃഷ്ണനാവൂല, കംസനായി പോവും. കേശുവേടാ നിനക്കുണ്ട് കമന്റ്. കാലില്ല ഞണ്ട് പറഞ്ഞേക്കുന്നു. ശോകം ക്യാമറ ഒട്ടും ഫോക്കസ് ഇല്ല. അത് ഞാൻ എപ്പോഴേ പറഞ്ഞു, കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. നിനക്കുണ്ട്. ഹലോ നിഷാദ് പറ. ഓ കൃഷ്ണനായിട്ട് എന്താ ഇഷ്ടപ്പെട്ടായിരുന്നാ? അവിടെ എല്ലാരും സംസാരോ? ആണാ? ആണാ? ഓ കോസ്റ്റ്യൂം അല്ലേ? അടുത്ത റീലിൽ ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ, അതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. ശരി നിഷാദ് കൂട്ടുകാർക്ക് പറയുന്നത് കമന്റ്സ് ഒക്കെ വായിച്ചു നോക്കായി. കൂട്ടുകാർക്ക് പറയുന്നത് കമന്റ്സ് ഒക്കെ വായിച്ചു നോക്കാൻ പറയുന്നത് എന്തിനു പറഞ്ഞിട്ട് നിഷാദ് എന്താ പറഞ്ഞേ? നന്നായിരുന്നു പറഞ്ഞു. കോസ്റ്റ്യൂമിനെ എന്താ പറഞ്ഞു? എടാ നീ എന്താ പറഞ്ഞു? അല്ല ഈ അവക്കിട്ടും വെച്ചിട്ടുണ്ടെന്ന് വെറും കൂറ ലൊക്കേഷൻ വാലില്ല പല്ലി പിന്നെ ഇട്ടേക്കണം. ഒന്നാമതിനും കിടിലം വൃന്ദാവനല്ലേ സെറ്റ് ചെയ്ത് കൊടുത്തത്. ഇത്ര കിടിലം വൃന്ദാവനം വേറെ കിട്ടുമോ മാമ? അതില്ല. നല്ല ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ ആയിരുന്നു. എന്റെ പൊന്നു മക്കളെ വിഷമിക്കണ്ട, മാങ്ങയുള്ള മാവിലെ കല്ലെറിയൂ. അത് ശരി. അത് ശരി. എന്റെ സംശയം അതല്ല, നിന്നേക്ക് എന്തറിന് കല്ലെറിഞ്ഞെന്നാണ് ആലോചിക്കണത്. നിങ്ങൾ ഈ കമന്റ്സ് ഒന്നും വായിച്ച് ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിനേക്കാൾ നന്നായിട്ട് ഇനി അങ്ങ് ചെയ്യാം.
പിന്നെ കുറെ നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടില്ലേ ഫേക്ക് ഐ ഡിയിൽ, അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. ധൈര്യം ഇല്ലാത്തവന്മാരാണ് ഫേക്ക് ഐ ഡിയിൽ കമന്റ്സ് ഇടുന്നത്. അത് തന്നെ ചേച്ചി, വേലയും കൂലി ഇല്ലാത്തവന്മാര് വീട്ടിൽ അങ്ങനെ അങ്ങ് കുത്തിയിരിക്കും. ജീവിതത്തിൽ ഒന്നും ആവാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് കാണിക്കുന്നത്. പ്രേക്ഷകരെ നമ്മൾ മാനിക്കണടാ. നീയൊക്കെ എന്തെങ്കിലും കോമാളിത്തരം കാണിച്ച് വെച്ചിട്ട് അതെല്ലാം അങ്ങ് മൊത്തത്തിൽ അങ്ങ് പ്രേക്ഷകർ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാ എടാ, അല്ലെങ്കിൽ നല്ല ടാലന്റ് ഉള്ള ആൾക്കാർ എടുക്കണോടാ. എന്തിന് പുറത്ത് വേണം? വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. തേച്ച് നീ ഇവിടെ ഇരിക്കല്ലേ. അളി എന്തിനു ചുമ്മാ ഇങ്ങനെ ചൂടാവണം? എന്തിനാണ്? അല്ല എന്റെ കാര്യം എന്താണെന്ന് പറ. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എഴുതണവർക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടാണ് അവർ എഴുതണത്. ആ എഴുതിട്ട് എന്തോന്ന് അവർക്ക് അല്ല എഴുതണമെന്ന് തോന്നി എഴുതണ്ടേ കമന്റ്സ്? എഴുതണം തോന്നിയാ അവർക്ക് എഴുതും. ഞാനായിരുന്നു എഴുതിയാണ്, ഞാൻ എഴുതി. അതാണ് അല്ല ഞാൻ എഴുതും. ഞാൻ എഴുതും. ഇപ്പൊ മനസ്സിലായില്ലേ? കൂപമണ്ടൂകം, പച്ചക്കുതിര, മഞ്ഞത്തവള, പിന്നെ വാലില്ലാത്ത പല്ലി, ഇതൊക്കെ ആരാണെന്ന് മനസ്സിലായില്ലേ? ഓ ഫേക്ക് ഐഡീസ്. ആ ഫേക്ക് ഐഡീസ് അതാണ്. ഞാനും ചേട്ടാ കൊമ്പില്ല വണ്ട്, വാലില്ല പല്ലി, മാറ് ബാലുവേ, വിമർശനമാവാം, ഒരു കുഴപ്പമില്ല, നല്ലത് തന്നെയാണ്. പക്ഷെ അത് കലാകാരന്മാരെ തളർത്തുന്ന വിധത്തിലാവരുത് കേട്ടാ. കൊടുത്തോ മക്കളെ. എന്തായിരുന്നാലും ജീവിതത്തിൽ ഞാൻ ഒന്നും ആകാൻ പോണില്ല. വിമർശനം തന്നെ വിമർശനം. എൻ്റെ തൂലിക ചലിച്ചുകൊണ്ടേയിരിക്കും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.